സംസ്ഥാന വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധികളാണ്. അതിങ്ങനെ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. പൂർണ്ണമായിട്ടൊരു പ്രതിരോധിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഇന്നലെയും പനിബാധിതരുടെ എണ്ണം എന്നത് 10,000 കടന്നു എന്നതാണ്. മലപ്പുറത്ത് ഇന്നലെ 2000-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 48 പേർക്ക് ഇന്നലെ മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. എലിപ്പനി ബാധിച്ച ഒരു മരണവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തു. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. രാഹുൽ, ഗുഡ് മോർണിംഗ്. നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. ഒരുപാട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പല രീതിയിലും അതിൻ്റെ ഉന്നത അല്ലെങ്കിൽ ചുമതലയിലുള്ള ആളുകളൊക്കെ നൽകുന്ന വിവരങ്ങളനുസരിച്ച് എല്ലായിടങ്ങളിലും എവിടെയെങ്കിലും ഒരു അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ പെട്ടെന്ന് എത്തുകയും ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ 10,000 ഒക്കെ കടന്ന് ഇപ്പോഴും തുടരുകയാണ്. എന്താണ് ആരോഗ്യവകുപ്പ് നിലവിലെ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു നിൽക്കുന്ന സ്ഥിതിക്ക് ഈ പകർച്ചവ്യാധിയിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് കണക്കാക്കുന്നത്? നമ്മുടെ മുന്നിലുള്ള ഒരു പ്രസ്താവനയാണ്. അത് ആരോഗ്യ വിദഗ്ധർ ആദ്യഘട്ടത്തിൽ പറഞ്ഞൊരു പ്രസ്താവന. അതിൽ ജൂലൈ മാസം അവസാനത്തോടു കൂടി ഈ പനിബാധിതരുടെ എണ്ണത്തിൽ വലിയൊരു ഉയർച്ച ഉണ്ടാകും, കണക്ക് കൂടിത്തന്നെ നിൽക്കും എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും, എങ്ങനെ അത് ക്രിയാത്മകമായി ആ ഒരു കണക്ക് ഉയർന്നാൽ അതിനെ എങ്ങനെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇപ്പോൾ മുന്നിലുള്ളത്. അതിൽ 10,000-ലധികം ആളുകൾ ഒരു ദിവസം സംസ്ഥാനത്ത് പകർച്ചപ്പനിക്കായി ചികിത്സ തേടുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിൽ മലപ്പുറത്ത് ഇന്നലെ മാത്രമല്ല, ശനി ഞായർ ദിവസങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും 2000-ലധികം ആളുകൾ പനിക്കായി ചികിത്സ തേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ഘട്ടം മുതൽ എലിപ്പനിയും ഡെങ്കിപ്പനിയും വലിയ ആശങ്കയായി മാറുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരികയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരാൾ എലിപ്പനി കാരണം മരിക്കുകയാണ്. ട്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ആചരിച്ചിരുന്നു. എങ്കിൽ പോലും ഇത് വീടുകളിൽ നിന്ന് തുടങ്ങണം. ഇപ്പോൾ എലിപ്പനിയാകട്ടെ ഡെങ്കിപ്പനിയാകട്ടെ, ഈ വീടുകളിൽ നിന്ന് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് അവിടെ നിന്ന് തുടങ്ങണം. മറ്റൊന്ന്, ഈ പനിയുമായി ബന്ധപ്പെട്ട് പനി ക്ലിനിക്കുകൾ, അത് ഏറ്റവും ഈ പറയുന്നത് പോലെ 24 മണിക്കൂറും സേവനം നൽകുന്ന ഒരു സംവിധാനമായി മാറുന്ന തരത്തിലേക്ക്, ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടെ ലഭിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളായി മാറണം എന്ന് ഈ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഹൈപ്പവർ കമ്മിറ്റി പറഞ്ഞ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന ഒരു ശുചീകരണ തീവ്ര യജ്ഞമുണ്ട്. എന്തായാലും അതിനൊന്നും തുടക്കമായിട്ടില്ല. അപ്പോൾ അതിനൊക്കെ തുടക്കമാകണം. ഹൈപ്പവർ കമ്മിറ്റിയുടെ കുറേയധികം നിർദ്ദേശങ്ങൾ അടിയന്തരമായി പരിഗണിക്കേണ്ടവയാണ്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ ആ ചുവടുവെപ്പ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോഴും കണക്കുകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്.